ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. മുഹമ്മദ് ഹുസൈൻ പ്രതിയായ MDMA കേസിലെ പ്രതികളുടെ ഉന്നത ബന്ധങ്ങൾ പരിശോധിക്കണമെന്ന പ്രതിപക്ഷം. പ്രതികളുടെ ഫോൺ വിളി വിവരങ്ങൾ പരിശോധിക്കണം. ഹുസൈൻ ഉന്നതരുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തണം. പ്രതികൾക്ക് മുഖ്യമന്ത്രിയുമായുള്ള അടുപ്പം അറിഞ്ഞതിന് ശേഷം അന്വേഷണം മരവിപ്പിച്ചിരിക്കുകയാണ് എന്ന് VK സനോജ് MLA റിപ്പോർട്ടറിനോട് പറഞ്ഞു. MDMA എവിടെ നിന്ന് എത്തിച്ചു എന്ന് കണ്ടെത്തിയിട്ടില്ല എന്നും VK സനോജ്. MDMA കേസുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. DYFI ആവശ്യപ്പെടുന്നത് ഈ പ്രതികളുടെ കോൾ ലിസ്റ്റ് പുറത്തുവിടണം എന്നാണ്. ഞങ്ങളുമായി യാതൊരു ബന്ധമില്ല എന്ന് കോൺഗ്രസ്സുകാരൊക്കെ വലിയ രൂപത്തിൽ പ്രചരണം നടത്തുമ്പോൾ ആ കോൾ ലിസ്റ്റൊക്കെ പുറത്തുവിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പൊ ഇതിനകത്ത് അടിമുടി ദുരൂഹതയാണ്. കോൺഗ്രസിന്റെ പല നേതാക്കന്മാർക്കും ഇവരുമായിട്ടുള്ള ബന്ധം വെളിപ്പെട്ടു വരികയാണ്. ഇതിന്റെ നോഡൽ ഓഫീസറെ മാറ്റിയ വിഷയം ഉണ്ടായിട്ടുണ്ട്. എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് ഈ തൂഫാൻ പദ്ധതിയുടെ നോഡൽ ഓഫീസറെ മാറ്റിയത് എന്ന ചോദ്യം ഉയരുകയാണ്. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ നടത്തണം എന്നാണ് DYFI ആവശ്യപ്പെടുന്നത്. TV പ്രസാദിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രസാദ്, അപ്പോൾ നമ്മൾ ഈ ഓപ്പറേഷൻ തൂഫാനെ കുറിച്ച് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ ഈ തൂഫാൻ ആഞ്ഞടിക്കുകയാണെന്നുള്ളത്. പക്ഷേ ഈ ഒരു മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരായിട്ടുള്ള ആളുകൾ പിടിക്കപ്പെട്ട ഈ ഒരു MDMA കേസിന് ശേഷം കൊടുങ്കാറ്റെന്നല്ല, ഒരു ഇളം തെന്നലിന്റെ ശാന്തതയാണ്, ഒരു നിശബ്ദതയാണ് ഈ ഒരു അന്വേഷണ സംഘത്തിൽ നമ്മൾ കാണുന്നത്. അതായത് അനക്കമില്ല, ഒരു അക്ഷരം മിണ്ടുന്നില്ല, ഒരു പ്രതികരണവുമില്ല. ഇപ്പോൾ ഈ ഇത്ര വലിയൊരു അളവിലുള്ള ലഹരി ഇതൊരൊറ്റത്തവണയാണ്. ഇതിനു മുൻപ് ഉറപ്പായും ഇവർ ലഹരി കടത്തിയിട്ടുണ്ടാവും. അത് നമുക്ക് സംശയമില്ലാതെ തന്നെ പറയാൻ കഴിയുന്ന കാര്യമാണ്. ഈ ഒരൊറ്റത്തവണ ഏകദേശം 1/2 കിലോയിലധികം MDMA, അതായത് പല ജില്ലകളിൽ ഇവർ വിൽക്കുകയാണ്. 7 ജില്ലകളിൽ. ഈ 7 ജില്ലകളിൽ ആർക്കാണ് ഇത് വിറ്റത്? ആരാണ് ഇവരുടെ ഇടനിലക്കാർ? ഇവർക്ക് ഈ 1/2 കിലോ MDMA എവിടെ നിന്ന് ലഭിച്ചു? ഇവർ ആരെയൊക്കെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്? ഈ പോലീസ് പിടികൂടിയ സമയത്ത് ഇവർ ആരെയൊക്കെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്? ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം നമുക്ക് ലഭിക്കണ്ടേ പ്രസാദ്? അതിനുള്ള സാധ്യതയുണ്ടോ? ഷിഹാസെ, തൂഫാൻ തുടങ്ങുന്ന സമയത്ത് അന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത് ലഹരിയുടെ വേരറുക്കാൻ എന്നുള്ളതാണ് പ്രധാനമായും പറഞ്ഞത്. വേറെ 500 ഗ്രാം MDMA ഉണ്ടായി എന്നുള്ളതാണ്. 1 ഗ്രാമിന് തന്നെ 1000 വില വരുമെന്ന കാര്യം ഓർക്കണം. ഇതിലെ ഹുസൈൻ മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് കണ്ടതോടെ അടിവേര് പോയിട്ട് മേൽമണ്ണ് പോലും നീക്കാൻ കഴിയാത്ത നിലയിലേക്ക് കാസർഗോഡ് ചന്തേരയിലെ MDMA കേസ് മാറുന്നു എന്നുള്ളതാണ്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത്, എറണാകുളം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന മുഖ്യമന്ത്രിയോട് ഏറെ അടുപ്പമുള്ള ഈ ഹുസൈൻ സ്വാഭാവികമായി മയക്കുമരുന്ന് കടത്തുന്നതിന് വേണ്ടി വാഹനത്തിൽ MDMAയുമായി കാസർഗോഡേക്ക് പോകുമ്പോൾ കാസർഗോഡ് വിദ്യാനഗറിലെ ഒരാളായിരുന്നു ലൊക്കേഷൻ എന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലാകുന്നത്. മറ്റ് ജില്ലകളിലും കൂടി വിതരണം നടത്തി പോവുകയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും ഷിഹാസ്, എറണാകുളം മുതൽ കാസർഗോഡ് ജില്ല വരെ ഓരോ ഇടങ്ങളിലും ഏതൊക്കെ ആളുകളെ ബന്ധപ്പെട്ടു എന്നുള്ളത് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കൊപ്പം ഇത്രയേറെ നിൽക്കാനും ഇരിക്കാനും നടക്കാനുമൊക്കെ സ്വാതന്ത്ര്യമുള്ള ഒരാൾക്ക് എല്ലാ ജില്ലയിലും അതിനുള്ള സ്വാധീനമുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. അതിനി പരിശോധിക്കണമെങ്കിൽ ഹുസൈൻ ആരോടൊക്കെ ബന്ധപ്പെട്ടു എന്നുള്ളത് പ്രധാനമാണ്. അത് ആരെയൊക്കെ വിളിച്ചു എന്നുള്ളത് മാത്രമല്ല ഷിഹാസെ, ഇതിലുള്ളൊരു പ്രശ്നം കഴിഞ്ഞ എത്ര കാലമായി മുഹമ്മദ് ഹുസൈനും സംഘവും ഈ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നറിയണമെങ്കിൽ CDR തന്നെ പരിശോധിക്കണം. കഴിഞ്ഞ 2 വർഷക്കാലത്തെ ഫോൺ വിളി വിവരങ്ങളാണ് അതിലൂടെ പുറത്തു വരിക. അങ്ങനെ വരുമ്പോൾ ഈ 139 ഗ്രാം MDMA വന്ന ഉറവിടം കിട്ടും. അതോടൊപ്പം തന്നെ മുഹമ്മദ് ഹുസൈനെ സഹായിക്കുന്നവരെയും കിട്ടും, സഹായിച്ചവരെയും കിട്ടും. ഇനി അതല്ല, പിടികൂടുന്ന സമയത്ത് പോലീസ് സംഘത്തെ കണ്ട് ആരെയെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അതും കിട്ടുമെന്നുള്ളതാണ് ഷിഹാസ്. നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് പുറത്തുവിട്ട വാർത്ത, ചന്തേരയിലെ പോലീസ് സ്റ്റേഷൻ ആ പരിധിയിൽ നിന്ന് ആ SHOയും സംഘവും കാലിക്കടവിൽ വെച്ച് അവരെ പിടികൂടുന്ന സമയത്ത് അവിടേക്ക് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ വിളിച്ചു വരുത്തുകയായിരുന്നു സാക്ഷിയായി ഒപ്പിടുന്നതിന് വേണ്ടി. എന്തിനായിരുന്നു ഷിഹാസെ യൂത്ത് കോൺഗ്രസുകാരെ വിളിച്ചു കൊണ്ടുവന്നത്? അതിൽ ദുരൂഹതയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഹുസൈന്റെ കോൾ വിവരങ്ങൾ പുറത്തേക്ക് വന്നാൽ അതിൽ കൂടുതൽ കാര്യങ്ങൾ വരുമെന്ന കാര്യം ഉറപ്പാണ്. ഇനിയിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ കാര്യം പോലീസ് മിണ്ടുന്നില്ല, ഒരൊറ്റ അടി മുന്നോട്ട് പോകുന്നില്ല. 139 ഗ്രാം പിടിച്ചു, അവരെ റിമാൻഡ് ചെയ്തു, അവിടെ നിൽക്കുകയാണ് കേസ്. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഹുസൈന്റെ CDR വേണം.
CDR കിട്ടാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമോ? അതാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ ഉൾപ്പെടെ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഷിഹാസ്, ശരി, TV പ്രസാദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പോലീസ് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിന്റെ, ഈ MDMA ലഹരി കേസിന്റെ, ഈ ഹുസൈന്റെ ബന്ധങ്ങളുടെ എല്ലാ വിവരങ്ങളും കൃത്യമായി തന്നെ പോലീസിന് കണ്ടെത്താൻ സാധിക്കും. പക്ഷേ പോലീസ് നിലവിൽ അത്തരത്തിലൊരു ആവേശം കാണിക്കുന്നില്ല. ഈ ഒരു ഓപ്പറേഷൻ തൂഫാന്റെ, ഈ ഒരു സർക്കാരിന്റെ, ആഭ്യന്തര വകുപ്പിന്റെ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ കൂടി പേര് കളയുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോലീസ് കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കണം, ഉത്തരവാദിത്തം കാണിക്കണം. ഹുസൈനുമായി ബന്ധപ്പെട്ടവരെയും ഹുസൈന്റെ ഏറ്റവും അടുത്ത ആളുകളെയും രക്ഷിക്കാനുള്ള പണി കേരള പോലീസ് എടുക്കരുത്. ഈ ഒരു കേസിന് പിന്നാലെ നിതാന്ത ജാഗ്രതയുമായി റിപ്പോർട്ടർ TV എന്നും എപ്പോഴും ഉണ്ടാവും.